നമ്മുടെ ലൈഫിൽ നമുക്കൊരു കൺട്രോൾ സെറ്റ് ഇല്ല. നമുക്ക് അൺഡു ചെയ്ത് ബാക്കോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് നമുക്ക് തെറ്റിയ ആ തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റും. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് സാധിക്കില്ല. പക്ഷേ നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് ആ തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും എക്സാമിന് ആൻസേഴ്സ് ചെയ്യാൻ പറ്റാതിരുന്നത്, പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിക്ക് എഴുതാൻ പറ്റാതിരുന്നത് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കാത്തതുകൊണ്ടല്ലേ, നിങ്ങൾ ആ കണ്ടന്റ് ശരിക്കും വായിച്ചു നോക്കാത്തതുകൊണ്ടല്ലേ, നിങ്ങൾ ആ പ്രോബ്ലം മുന്നേ ചെയ്തു നോക്കാത്തതുകൊണ്ടല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത പബ്ലിക് എക്സാം വരും, അടുത്ത എക്സാംസ് വരുമ്പോൾ ഈ ഒരു തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മക്കളെ, എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ലൈഫിൽ അല്ലെങ്കിൽ എക്സാമിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല, മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല. കൺസിസ്റ്റൻറ്റ് വർക്കിംഗ്, സ്ഥിരമായിട്ട് പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത കൊല്ലത്തെ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തുടക്കം മുതലേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എക്സാമിനെ മൂട്ടിൽ മാത്രം പഠിക്കാതിരിക്കുക. ദർ ഇസ് നോ അൺഡു ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് ബാക്കോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അത് ലൈഫായാലും എക്സാം ആയാലും ലൈഫിലുള്ള ഏതൊരു ഇൻസിഡൻ്റ് ആയാലും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചാൽ ഈ എക്സാമിന് വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും അടുത്ത പബ്ലിക് എക്സാമിന് വരുത്തില്ല. നന്നായി പഠിക്കുക. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും.